നമസ്കാരം കൂട്ടുകാരെ, ഞാൻ സുനിൽ പാഠക്, ആസ്ട്രോളജർ ആൻഡ് ന്യൂമറോളജിസ്റ്റ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം ന്യൂമറോളജിയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ന്യൂമറോളജിയിൽ ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ കുവ്വ നമ്പർ എന്നൊരു നമ്പറുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നും അത് എങ്ങനെയാണ് ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതെന്നും ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി പറയുന്നത് ഏഞ്ചൽ നമ്പർ കണ്ടുപിടിക്കുന്ന രീതി. ഏഞ്ചൽ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ജനിച്ച വർഷമാണ് വേണ്ടത്. ഉദാഹരണം പറയുമ്പോൾ എൻ്റെ ജനിച്ച വർഷം 1978. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ 25 എന്ന സംഖ്യ കിട്ടും. അതൊറ്റ സംഖ്യ കേൾക്കുമ്പോൾ 7 എന്ന സംഖ്യ കിട്ടും. ഇതിന് ഒരു ഫോർമുലയുണ്ട്. മെയിലിൻ്റെ വേറെ ആൺ, മെയിൽ എന്ന് പറയുന്ന ആണിൻ്റെ വേറെ ഫോർമുല, പെണ്ണെന്ന് പറയുന്ന ഫീമെയിൽ, അതിൻ്റെ ഒരു വേറെ ഫോർമുല. അപ്പോൾ 2 രീതിയിലുള്ള ഫോർമുലയിലാണ് ഇത് ഉള്ളത്. 11 ആണിൻ്റെ ആണെങ്കിൽ 11 എന്ന സംഖ്യയിൽ നിന്നും ഈ റിമൈൻഡർ കിട്ടിയ 7 എന്ന സംഖ്യ കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന സംഖ്യ 4. അതാണ് എൻ്റെ ഏഞ്ചൽ നമ്പർ. അതേ സമയത്ത് ഫീമെയിലിൻ്റെ ആണെങ്കിൽ ഈ കിട്ടുന്ന റിമൈൻഡർ ആഡ് 4, അതായത് 7ൻ്റെ കൂടെ 4 കൂട്ടുക. 4 കൂട്ടുമ്പോൾ 11 എന്ന സംഖ്യ കിട്ടും. അത് ഒറ്റ സംഖ്യ അയക്കുമ്പോൾ 2 എന്ന സംഖ്യ കിട്ടും. ഈ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ഇടത്തെ കയ്യിൽ ഇതുപോലെ പച്ച മഷി കൊണ്ട് എഴുതണം. എന്നിട്ട് ഇതിനെ ഒരു സർക്കിളും കൂടി ഇട്ടേക്കണം. അപ്പോഴിത് നമ്മളായിട്ടൊരു ബന്ധമുണ്ടാകും. ഏഞ്ചൽ നമ്പറായിട്ട് ബന്ധമുണ്ടായാൽ എന്താണ് ലാഭം? ഒരു പക്ഷേ നമുക്ക് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ, അതായത് മനസ്സിൽ വരുന്ന ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഇത് നമുക്ക് സഹായിക്കും. ആയതിനാൽ ഇതായിട്ട് എപ്പോഴും ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വാഷ്റൂമിൽ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് മാഞ്ഞു പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാഞ്ഞു പോയാലും തീർച്ചയായിട്ടും അത് എഴുതുക, ഒരു സർക്കിൾ ഇടുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട വിഷയം പച്ച മഷി കൊണ്ട് തന്നെ എഴുതണം. എന്നാലേ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. ഈ വിവരം അല്ലെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.